ഗാസയിലെ ഓരോ കുഞ്ഞും ഇസ്രായേലിൻ്റെ ശത്രുവാണ്. ഒരു കുഞ്ഞുപോലും ഗാസയിൽ അവശേഷിക്കാതിരുന്നാൽ മാത്രമേ പൂർണ്ണ വിജയമാകൂ. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവ് മോഷെ ഹെഗ്ലിൻ്റെ ഈ വാക്കുകൾ മനുഷ്യത്വമുള്ളവരിലുണ്ടാക്കുന്ന നീറ്റലും അസ്വസ്ഥതയും ചെറുതല്ല. വെറും വാക്കല്ല അത്. ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ പ്രയോഗിക്കുന്ന യുദ്ധമുറ തന്നെയാണത്. കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നും കുഞ്ഞുങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചും ചെയ്യുന്ന യുദ്ധം. അപരിഷ്കൃത ജനത പോലും പരീക്ഷിച്ച് കാണാത്ത വിധമുള്ള ക്രൂരമായ യുദ്ധരീതി. അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ 14,000-ലേറെ കുഞ്ഞുങ്ങൾ മരിക്കും. 14,000-ലേറെ കുഞ്ഞുങ്ങൾ മരിക്കും എന്ന UN മുന്നറിയിപ്പ് നെതന്യാഹു തള്ളിക്കളഞ്ഞതും ഇസ്രായേൽ യുദ്ധമുറയുടെ ബാക്കിയാണ്. ഇതുവരെ 300-ലേറെ കുഞ്ഞുങ്ങൾ ഗാസയിൽ വിശന്നു മരിച്ചെന്ന പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കണക്കുകൾ ലോകത്തെ പേടിപ്പെടുത്തുന്നതാണ്. RDX റാപ്പ്. ഗാസ മുഴുവൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച മുതൽ മേഖലയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തിയിട്ടും ഗാസയ്ക്ക് മേൽ സൈനിക നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയില്ല. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അഭയം തേടിയവരെ വരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. UN നിരന്തരം ആവശ്യപ്പെട്ടതിന് പിന്നാലെ മാർച്ച് 2-ന് ആരംഭിച്ച ഉപരോധത്തിൽ നേരിയ അയവ് വരുത്താൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. ഭക്ഷണവും അവശ്യ വസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ ചൊവ്വാഴ്ച മുതൽ കടത്തിവിട്ടുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കുന്നത്. 93 ട്രക്കുകൾ കടത്തിവിട്ടതായി ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെയും അവശ്യവസ്തുക്കളുടെയും വിതരണം ഇതുവരെയും പൂർണ്ണതോതിലായില്ല. അതിനാൽ തന്നെ കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇസ്രായേൽ കയറ്റിവിട്ട ട്രക്കുകളിൽ നിന്നുള്ള സഹായം മുഴുവൻ വിതരണം ചെയ്താലും ഗാസ നിവാസികൾക്ക് അത് തികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ 53,000-ലേറെ പേർ ഗാസയിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. യഥാർത്ഥ മരണസംഖ്യ അതിലും എത്രയോ ഏറെയും. RDX റാപ്പ്, ന്യൂസ് മലയാളം. നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്തെ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ക്രൂര സംഭവങ്ങളിലൊന്നിനാണ് നമ്മളിപ്പോൾ സാക്ഷിയാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഗാസയെ കൊല്ലുകയാണ് ഇസ്രായേൽ. ഗാസ പിടിച്ചെടുക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ രാത്രി മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ 93 പേരാണ് മരണം. 100 ആളുകൾക്കടുത്ത്. ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് നേരെ വരെ ബോംബാക്രമണം നടത്തുകയാണ്. മണ്ണോട് മണ്ണ് ചേർക്കുകയാണ്. ആശുപത്രികൾക്ക് നേരെയുള്ള ഉപരോധവും തുടരുകയാണ് ഇസ്രായേൽ. ഗാസയിൽ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു എന്ന് മാർച്ച് 2-ന് ശേഷം ഗാസയിൽ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ഉപരോധത്തിൻ്റെ ഫലം അതാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പിന് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം നമ്മൾ കാണുന്നു. അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ 14,000 കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കും എന്ന സ്ഥിതിയുണ്ടെന്ന് UN നേരത്തെ പറഞ്ഞു. കുടിവെള്ളവും പോഷകാഹാരവും ലഭിക്കാതെ മുലപ്പാൽ വറ്റി ഗാസയിലെ അമ്മമാർ നരകിക്കുകയാണ്. അടിയന്തരമായി സഹായം എത്തിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങും. ഒരുപാട് കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങും. കടത്തിവിട്ട ട്രക്കുകളിൽ നിന്നുള്ള സഹായ വിതരണം നിയന്ത്രണങ്ങൾ മൂലം അതുപോലും വൈകുകയാണ് എന്നതാണ് അവിടുത്തെ സാഹചര്യം. നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഭീഷണിയാണ്. വെസ്റ്റ് ബാങ്കിലെ ജനിൻ ക്യാമ്പ് സന്ദർശിച്ച വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെപ്പ്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും വെടിവെപ്പുണ്ടായി. സന്ദർശനത്തിന് റൂട്ട് മാറിയതിനാൽ മുന്നറിയിപ്പ് നൽകിയതാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശദീകരണം വന്നത്. അതിനുശേഷം ഗാസ വിടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. പലസ്തീനികൾ ഉടൻ ഗാസ വിട്ടുപോകണമെന്ന് ഇസ്രായേൽ വീണ്ടും നിർദ്ദേശം കൊടുക്കുകയാണ്. ഗാസ വിടാൻ തയ്യാറാകാത്തവരെ കൊന്നൊടുക്കുമെന്ന ഭീഷണി അവർ ആവർത്തിക്കുകയാണ്. വ്യോമാക്രമണങ്ങളിൽ ആശുപത്രികൾ തകർന്നതിനാൽ ചികിത്സാ സൗകര്യമില്ലാത്ത പ്രദേശമായിട്ട് ഗാസ നേരത്തെ മുതൽ തന്നെ മാറിയിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന 2 ആശുപത്രികളും ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുകയാണ്. ഗാസയ്ക്ക് പിന്തുണയുമായി ലോകം നിൽക്കുന്നുണ്ട്. ഗാസയിലേക്ക് സഹായം കടത്തിവിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിവിധ രാജ്യങ്ങൾ എന്ന വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. ഇസ്രായേൽ നടപടിക്കെതിരെ 23 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുമുണ്ട്. ഇസ്രായേലിനെതിരെ ഉപരോധം വ്യാപിപ്പിക്കുമെന്ന് ഫ്രാൻസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ജനങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ വഴിയൊരുക്കണമെന്ന് ഇറ്റലി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെക്കുകയാണ് ബ്രിട്ടൻ ചെയ്തത്. 40 ലക്ഷം പൗണ്ടിൻ്റെ സഹായം ഗാസയിലേക്ക് എത്തിക്കുമെന്നും ബ്രിട്ടൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് നെതന്യാഹു. ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും വരെ പിന്മാറില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഭരണത്തലവൻ പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കടത്തിവിടൽ നിയന്ത്രിച്ചത് ഹമാസ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തടയാനാണ് എന്ന വിചിത്ര ന്യായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഹമാസ് ആയുധം താഴെ വെച്ച് ഉപാധികൾ അംഗീകരിക്കും വരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു യാതൊരു കണ്ണിൽ ചോരയുമില്ലാതെ പറയുകയാണ്. ഹമാസ് നേതാക്കൾ ഗാസ വിടണം, ഹമാസ് സൈന്യം പിന്മാറണം എന്നും നെതന്യാഹു ഒട്ടും കുലുക്കമില്ലാതെ പറയുന്നു. ഇസ്രായേൽ പാർലമെന്റ് മുന്നംഗം മോഷ ഫെഗ്ലിൻ്റെ വിവാദ പരാമർശം, അതിക്രൂരമായ പരാമർശമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഹമാസോ അവരുടെ സൈന്യമോ മാത്രമല്ല ഇസ്രായേലിൻ്റെ ശത്രു എന്നാണ് അയാൾ പറഞ്ഞത്. ഗാസയിലെ ഓരോ കുഞ്ഞും ഇസ്രായേലിൻ്റെ ശത്രുവാണെന്ന് മോഷ ഫെഗ്ലിൻ എന്ന ഈ അതിതീവ്ര വലതുപക്ഷ നേതാവ് പറയുന്നു. ഗാസയിൽ ഒരു കുഞ്ഞു
ഒന്നുപോലും അവശേഷിക്കരുത്, അപ്പോൾ മാത്രമേ വിജയമാകൂ എന്ന് ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യൻ കാണിക്കാത്തത്ര വലിയ ക്രൂരതയോടെ അയാൾ പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ യുദ്ധരീതിക്കെതിരെ രാജ്യത്ത് തന്നെ പക്ഷേ വലിയ പ്രതിഷേധമുണ്ട്, ഇസ്രായേലിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. രൂക്ഷ വിമർശനവും വിയോജിപ്പും അറിയിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാവ് യൈർ ഗോലാൻ രംഗത്ത് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് സർക്കാർ ഒരു ഹോബിയായി കാണുന്ന അതിശക്തമായുള്ള വിമർശം അവിടെ പോലും ഉണ്ടായി എന്ന് കാണണം. സ്വബോധമുള്ള ഒരു രാജ്യവും നേതൃത്വവും യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തില്ല എന്ന മനുഷ്യ സംസാരം അദ്ദേഹം നടത്തുന്നു. സാധാരണക്കാരെ കൊന്ന് ജനസംഖ്യ ഇല്ലാതാക്കുക എന്നത് ധാർമ്മികതയല്ലെന്നും ഗോലാൻ പറയുന്നു. ഇസ്രായേൽ സേനയെ രക്തദാഹിയായി ചിത്രീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഗോലാനെതിരെ നെതന്യാഹു രംഗത്ത് വരികയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ കൊന്ന് ജയിക്കണമെന്ന് പറയുന്നയാൾക്ക് അഭിനന്ദനവും എങ്ങനെയെങ്കിലും പിന്മാറണമെന്ന് പറയുന്ന ആളുകൾക്ക് വലിയ എതിർപ്പും കിട്ടുകയാണ് ഇസ്രായേലിൽ. ഹർഷൻ, ഇതിപ്പോൾ ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ടുന്ന അത്രക്ക് വിധം, എല്ലാ മണിക്കൂറിലും നിമിഷങ്ങളിലും ചർച്ച ചെയ്യേണ്ടുന്ന അത്രക്ക് എത്രയോ കാലമായിട്ട് നിരന്തരമായിട്ട് തുടരുകയാണ്. നമ്മളിപ്പോൾ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും ഓരോ കുട്ടികൾ അവിടെ മരിക്കുകയാണ്, നരകിക്കുകയാണ്, അതിതീവ്രമായിട്ടുള്ള നരകയാതനകൾ അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളിത് സംസാരിച്ച് പോവുക? സത്യത്തിൽ ഇത്തരം ഒരു കൂട്ടക്കുരുതി ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എതിർക്കേണ്ടവർ ആണ് ഇസ്രയേലികൾ. അതിനെ ആദ്യം എതിർക്കേണ്ടതാണ് ജൂത സമൂഹം. കാരണം അത്രയധികം അവരനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദന എന്താണെന്നും എത്ര തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നതെന്നും ഒക്കെ അവർക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, അന്ന് ഈ നാസികളുടെ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന ആളുകളെ, അന്നത്തെ സർവൈവേഴ്സിനെ ഏറ്റവും ഒടുവിൽ വരെ അതിലെ ഏറ്റവും അവസാന വ്യക്തിയെ വരെ സംരക്ഷിച്ചു പോരുന്നതിന് വേണ്ട എല്ലാ നടപടികളും ആ രാജ്യം കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകൾ അവർ ഭയങ്കരമായി നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് അവർ സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു. അവർ ആ ഓർമ്മകളെ നന്നായി മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർ ഏറ്റവും വലിയ കൊലയാളികളായി മാറിയിരിക്കുന്നു ഇപ്പോൾ ലോകത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സനീഷ്, ഈ ചെറിയ കാലയളവിൽ അവിടെ, അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഗാസ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കിനേക്കാൾ ചെറിയ ഒരു ഭൂപ്രദേശം, ആ പ്രദേശത്താണ് 52,000 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഔദ്യോഗിക കണക്കാണ്. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലായിരിക്കും അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് 100 പേര്, അതായത് 100 പേരെ എടുത്താൽ അതിൽ ഏതാണ്ടൊരു 4-5 പേര് കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഉണ്ടാവുക കൂട്ടമരണങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഭക്ഷണം അവിടേക്ക് എത്തിക്കാൻ സമ്മതിക്കുന്നില്ല. UN ഭക്ഷണം എത്തിക്കുന്നതിന് അവരനുവദിക്കുന്നില്ല. ആശുപത്രികളുടെ മുഴുവൻ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. ആ ഭക്ഷണത്തിന് അവിടെ കാവൽ നിൽക്കുന്ന, അതായത് ഭക്ഷണം കാത്തു നിൽക്കുന്ന, ഭക്ഷണ വിതരണം നടക്കുന്നു എന്നറിഞ്ഞ് കാത്തു നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക. അതായത് 170 ആളുകളെ ഭക്ഷണം കാത്തു നിന്നവരെയാണ് ഇസ്രായേൽ സേന വെടിവെച്ച് കൊന്നത്. എങ്ങനെയാണ് മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാവുന്നില്ല. ഈ കാലത്ത് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മൾ ഒരു കാര്യമുണ്ടല്ലോ, ഏറ്റവും ചെറിയ ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനത്തെയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലൂടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ലോകം മുഴുവൻ ആ നിലയ്ക്ക് എല്ലാത്തിനെയും, എല്ലാ ഇടപെടലുകളെ പോലും, ഒരു വിമർശനത്തെ പോലും അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് വരെ വേണമെങ്കിൽ വിലയിരുത്താവുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ശരികളെ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ചർച്ചകളുടെ കാലത്ത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളെന്നിട്ട് ഇതിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. നമുക്ക് വേറെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച്? ഇപ്പം കുറേ കാലം മുമ്പ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം പലസ്തീൻ അനുകൂലമാണ് കേട്ടോ. അതാണ് ഇതിനകത്ത് വേറൊരു തമാശ. ഇന്ത്യ പലസ്തീൻ അനുകൂലമായ പ്രഖ്യാപിത നിലപാടുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷേ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വിസിലടിക്കുക എന്നുള്ളതാണ്. ഈ കൂട്ടക്കൊലയ്ക്ക് വിസിലടിക്കുക എന്നുള്ളതാണ് വലിയൊരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും സങ്കടകരം. അതിൽ വർഗീയമായ തലത്തിൽ ഈ വിഷയത്തെ കാണുകയും ആ നിലയ്ക്ക് മാത്രം വിലയിരുത്തുകയും ചെയ്യുക. ഒരു സംശയം വേണ്ട, ഹമാസ് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധം തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ആർക്കാണ് ഇവിടെ സംശയം? ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമായ ഒരു സമീപനം തന്നെയായിരുന്നു. അതിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ? ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണോ അതിന് മറുപടി കൊടുക്കേണ്ടത്? ഇതിപ്പോൾ അവിടെ ഉന്മൂലനം നടക്കുകയാണ്, ഒരു സമൂഹത്തിൻ്റെ ഉന്മൂലനം അവിടെ നടക്കുകയാണ്. അതിൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നതും നമുക്ക് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിൽ, ഇപ്പോൾ ഇറാഖിനെതിരെ ആക്രമിക്കാൻ എന്ത് ന്യായമാണ് ഉണ്ടായിരുന്നത് അമേരിക്കയ്ക്ക്? ലിബിയയെ ആക്രമിക്കാൻ എന്ത് ന്യായമാണ് ഉണ്ടായിരുന്നത് അമേരിക്കയ്ക്ക്? ഇത്രയും അക്രമം അവിടെ നിന്ന് എവിടെയെങ്കിലും മനുഷ്യാവകാശ ധ്വംസനം അവിടെ എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടോ?
അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർ തോന്നിയ പാടെ ഒരു സമ്പൂർണ്ണ തെമ്മാടി രാഷ്ട്രമായി അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അതിലെ കാര്യം. അതായത് പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാത്തൊരു വിഷയമുണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട്. ഒരു ചെറിയ കുഞ്ഞിൻ്റെ മരണം. 4 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് സ്വന്തം അമ്മയാൽ വെള്ളത്തിലെറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടിട്ട് ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഹൃദയാർദ്രതയുള്ള മുഴുവൻ മനുഷ്യരും ആ കുട്ടിക്ക് വേണ്ടി ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്ത ആ കുട്ടിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ 18,000 അതുപോലത്തെ കുഞ്ഞുങ്ങളാണ് ഈ കാലത്തിനിടയിൽ ഈ ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഒന്നാലോചിച്ച് നോക്കൂ, 18,000. ഏറ്റവും കനമുള്ള ശവപ്പെട്ടികൾ ഏറ്റവും ചെറിയ ശവപ്പെട്ടികളാണ്. ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കനം എന്നാണല്ലോ പറയുക. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ മരണമാണ് ഏറ്റവും കൂടുതൽ ഹൃദയവേദന ഉണ്ടാക്കുന്നതെന്ന അർത്ഥത്തിൽ. നമുക്ക് ഇന്നതറിയാം, ഇന്ന് പ്രത്യേകമായിട്ടറിയാം. ഇന്ന് ഒട്ടും പരിചയമില്ലാത്ത മനുഷ്യരുടെ ആ കുഞ്ഞിന് വേണ്ടി കരയുകയാണ് ഉള്ളിൽ. അങ്ങനെയുള്ളൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭൂമിയേക്കാൾ ഭാരമുള്ള ശവപ്പെട്ടികളാണ്, കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികളാണ് കുന്നുകൂടുന്നത് ഗാസയിൽ. എന്നിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് പറയുന്നത് ശരിയല്ല. പല രാജ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടല്ലോ, പല രാജ്യങ്ങളും അവരവർക്കാവുന്ന വിധത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇപ്പോൾ പറഞ്ഞ പോലെ സമ്പൂർണ്ണമായ തെമ്മാടി രാഷ്ട്രമായി മാറിയതുകൊണ്ട് അവരത് കേൾക്കുന്നേയില്ല. അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് വിസിലടിച്ച് നിൽക്കുകയാണ്. 18,000 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 800 പേര് ചോരക്കുഞ്ഞുങ്ങളാണ്. അതായത് ചോരക്കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വീണ് 1 വയസ്സ് വരെ പ്രായമായ ആളുകൾ 800 കുഞ്ഞുങ്ങൾ ഇതിനകം കൊല്ലപ്പെട്ട്. കണക്കുകളൊന്നും കിട്ടുന്നില്ല, കിട്ടിയ കണക്കുകൾ അതാണ്. ജനിച്ച ഉടനെ മരിച്ച കുട്ടികൾ 274 പേരുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ 19 മാസത്തിനിടെ. 50 കുട്ടികൾ ഈ സമീപകാലത്ത് ഇപ്പോൾ ഉണ്ടായ പട്ടിണി അതുകൊണ്ട് കൊല്ലുകയാണ്. 50 കുട്ടികൾ പട്ടിണി കൊണ്ടാണ് മരിച്ചത് ആ രാജ്യത്ത്. ഒന്ന് ആലോചിച്ചു, കുട്ടികൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പിന്നെയും 14,000 കുട്ടികൾ മരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്. ഇപ്പോൾ ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, 60 ലക്ഷം ജൂതന്മാരാണ് നാസി ജർമ്മനിയിൽ അന്ന് കൊല്ലപ്പെട്ടത്. 1941-നും 1945-നും ഇടയിൽ 60 ലക്ഷം ജൂതന്മാർ, 6 മില്യൺ. 60 ലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറുകൾ ഒരുക്കിയിട്ടും മറ്റും അവരെ കൊന്നുകളഞ്ഞു. എന്തായിരുന്നു ഒരു ലോജിക്ക്? ജൂതന്മാർ പരിശുദ്ധ വർഗമല്ല, അല്ലെങ്കിൽ അവരുടെ റേസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണം, ജൂതന്മാരെ മുഴുവനായിട്ട് ഇല്ലാതാക്കണം, എന്നിട്ട് പരിശുദ്ധമായുള്ളൊരു വംശം ഇങ്ങോട്ടേക്ക് വരണം. വംശീയ ഹത്യ. ഈ പറയുന്ന ഇപ്പോൾ ഇതിനുവേണ്ടി വിസിലടിക്കുന്ന ഈ ജൂതന്മാരുടെ എല്ലാ വീടുകളിൽ അവരുടെ ചുമരുകളിൽ തൂങ്ങുന്ന 1, 2, 10 ഫോട്ടോകൾ ഈ പറയുന്ന പീഡനം നേരിട്ട ആളുകളാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും എന്തെങ്കിലും ക്രൂരത ചെയ്യാൻ പാടില്ലാത്തവരാണ് ഇവർ. എന്നിട്ട് 1948 ഇസ്രായേൽ ഇവർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനെ അവിടെ നിന്ന് ഇത്ര വലിയ ക്രൂരത നേടിയിട്ട് വന്ന ആളുകളാണ്. ഈ നെതന്യാഹു ഒക്കെ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, 60 ലക്ഷം ജൂതന്മാരെ എന്ന് വെച്ചാൽ യൂറോപ്പിൽ അക്കാലത്തുണ്ടായിരുന്ന ജൂതവംശകരിൽ 1/3 പേരെ ഇവർ പർജ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ജൂതന്മാരിവിടെ ഇല്ലാതായോ? ഇല്ല. ഇവർ ഞങ്ങൾ കുട്ടികളെ അടക്കം കൊല്ലുമെന്നിപ്പോൾ ഈ തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള ആ അതിക്രൂരനായിട്ടുള്ള നേതാവ് പറയുന്നല്ലോ. അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ചരിത്രത്തിൽ നിന്നും അറിയാമല്ലോ എങ്ങനെയാണ് മനുഷ്യരുടെ വംശങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുക. മനുഷ്യരുടെ വംശങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ. അപ്പോൾ അവർ പറയുകയാണ് കുഞ്ഞുങ്ങളെ അടക്കം ഇല്ലാതാക്കിയിട്ട് ഞങ്ങളിതിനെ മുഴുവനായിട്ട് നിരപ്പാക്കും എന്നാണ്. ഏത് തരം ക്രൂരതയുള്ള മനുഷ്യർക്കായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുക? അതായത് ഈ യുദ്ധം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഏതെങ്കിലും ഇടത്ത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് മേൽ ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് നടക്കേണ്ടത് എന്ന് ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചു പോകുന്ന നിരവധി ആളുകളുണ്ട് എന്ന് പറയാതെ ഈ വർത്തമാനം പൂർണ്ണമാക്കാൻ പറ്റില്ല. ഏറ്റവും ഭാരമുള്ള ശവപ്പെട്ടികൾ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികളാണ്. ഭൂമിയേക്കാൾ ഭാരത്തിലാണ് ഗാസയിൽ ഇപ്പോൾ ശവപ്പെട്ടികൾ മേൽക്കുമേൽ കുമിഞ്ഞുകൂടുന്നതെന്ന് പറഞ്ഞാൽ അധികമാവുകയില്ല. ഹർഷൻ, നമുക്കിത് അവസാനിപ്പിക്കാം. ഇസ്രായേൽ ഇടതുകക്ഷിയായ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ നേതാവായ യായിർ ഗോലാൻ്റെ വാക്കുകളാണ്. അവരുടെ തന്നെ രാജ്യത്തോടും സൈന്യത്തോടും ലോകത്തിനാകെ പറയാനുള്ളത്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് ഒരു വിനോദമല്ല, സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ രീതിയുമല്ല, സുബോധമായുള്ളൊരു രാജ്യമായി ഇസ്രായേൽ മാറണം എന്ന് അദ്ദേഹം പറയുന്നു. ഇസ്രായേലിൻ്റെ ഉപസൈനിക മേധാവി കൂടിയായിരുന്നു ഈ യായിർ ഗോലാൻ എന്നോർക്കണം. ഈ മനുഷ്യ ശബ്ദത്തിന് ഉടനടി ഒരു മറുപടിയും ഇസ്രായേലിൽ നിന്ന് തന്നെ വന്നു. ഇസ്രായേലി മുൻ സെനറ്റ് അംഗം മോഷെ ഫിഗ്ലിൻ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ശത്രു ഹമാസോ ഹമാസിൻ്റെ സൈനിക വിഭാഗമോ അല്ല, ഗാസയിലെ ഓരോ കുട്ടിയും ശത്രുക്കളാണ്. അവിടുത്തെ ഒരൊറ്റ കുട്ടിയെപ്പോലും കൊല്ലാതെ ബാക്കി വെക്കരുത്. ലോകത്തിൻ്റെ നിർഭാഗ്യത്തിന് ഇസ്രായേലിൽ ഈ 2ാം പക്ഷത്തിനാണ് ഇപ്പോൾ പ്രാമുഖ്യം. അലമുറയിടുന്ന ചോരക്കുഞ്ഞുങ്ങൾ, വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കി തേങ്ങുന്ന, ഭക്ഷണം കിട്ടാതെ മുലപ്പാൽ പറ്റിയ അമ്മമാർ, വിലാപങ്ങൾ, മുറിവുകൾ, ചാലിട്ടൊഴുകുന്ന ചോരയും കണ്ണീരും. ഇതാണിപ്പോൾ ഗാസ. നാം ഓരോരുത്തരും ഈ വംശഹത്യ കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്.
നമുക്കെന്ത് ചെയ്യാനാകും? 14,000 കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം പിടക്കുന്നില്ലേ? 14,000 മനുഷ്യ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ തിക്കിത്തിരക്കി വന്ന് ലോകത്തോട് യാചിക്കുകയാണ് ഈ നരകാനുഭവം കാണാതെ പോകരുതേ എന്ന്. ഇങ്ങ് ഈ കേരളത്തിലിരുന്ന് അവരോട് മനസ്സുകൊണ്ടെങ്കിലും ഐക്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് മനുഷ്യരാവുക? ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടുന്ന പലസ്തീൻ ജനതയോട് RDX ഹൃദയഭാരത്തോടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു.